നിഷ്ഠാഭ്രാന്തന്മാരുടെ ഇടയിലെ ധാർമ്മികതയെ കണ്ടെത്തുന്ന, ഒരു മനുഷ്യനുള്ളിലെ പിശാചെന്തെന്ന് തുറന്നു കാട്ടുന്ന ഫെമിനിസം എന്ന ആശയത്തെ ഒരേ സമയം അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന രീതിയിൽ വായിക്കാവുന്ന 1850 പുറത്തിറങ്ങിയ നോവലാണ് ദ സ്കാർലറ്റ് ലെറ്റർ. ലോകപ്രസിദ്ധ അമേരിക്കൻ എഴുത്തുകാരൻ നഥാനിയൽ ഹോത്തോൺ ജനിച്ചു വീഴുന്നത് പ്യൂരിറ്റാനിക്കൽ ചട്ടക്കൂടിനുള്ളിലാണ്. എന്നാൽ പ്യൂരിറ്റാനിസത്തിന്റെ ചോരക്കറ തന്നിൽ പുരളുവാൻ അദ്ദേഹം അനുവദിച്ചില്ല. അതിനാൽ തന്നെയാണ് തന്റെ പിതാമഹന്മാരുടെ ക്വാക്കേഴ്സ് കൂട്ടക്കൊലയിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കുവാൻ അദ്ദേഹം തന്റെ പേരിൽ ഒരു W ചേർത്ത് വെച്ചത്. നഥാനിയൽ ഹോത്തോൺ വളർന്നു വന്ന സമൂഹവും ചുറ്റുപാടും തന്റെ തനതായ ദാർശനികതയും ധാർമ്മികതയും തമ്മിൽ ഉരസലുണ്ടാക്കി. അതിന്റെ പ്രതിഫലനം അദ്ദേഹത്തിന്റെ മിക്ക കലാസൃഷ്ടികളിലും നമുക്ക് കാണാം. അത്തരത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു കലാസൃഷ്ടിയാണ് ദ സ്കാർലറ്റ് ലെറ്റർ. അന്നുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ഹെസ്റ്റർ പ്രൈൻ എന്ന ഒരു ധീര വനിതയെ തുറന്നു കാട്ടുകയാണ് നോവൽ. തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു വൈവാഹിക ചട്ടക്കൂടിൽ അകപ്പെടുന്ന ഹെസ്റ്റർ പിന്നീട് സമൂഹത്തിന്റെ ഉന്നതിയിലുള്ള മറ്റൊരാളുമായി പ്രണയത്തിലാവുകയും അവർക്കൊരു കുഞ്ഞു ജനിക്കുകയും ചെയ്യുന്നു. 1672കളിലെ കഥ പറയുന്ന നോവൽ അമേരിക്കയിൽ കുടിയേറി പാർത്തുപോന്ന ബ്രിട്ടൻ സമൂഹത്തിന്റെ കഥയാണ് ചുരുളഴിക്കുന്നത്. സദാചാരധർമ്മങ്ങളെ അന്ധമായി വിശ്വസിച്ചു പോന്ന അവർക്ക് പാതിവൃത്യ ഭംഗം വരുത്തുക എന്നത് മരണം വിതയ്ക്കുന്ന പാതകമായിരുന്നു. ഇത്തരം സമൂഹത്തിന് നടുവിൽ തനിച്ച് കഴുമരത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഹെസ്റ്ററും അവരുടെ മകൾ പേളുമാണ് പ്രധാന കഥാബിന്ദു. പരപുരുഷ സംഗമത്തിന്റെ വിശ്വാസ ലംഘനത്തിന്റെ ഓർമ്മയ്ക്കായി അവൾക്ക് അഡൾട്ടറിയുടെ A എന്ന ചുവന്ന ആദ്യാക്ഷരം നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടി വരുന്നു. അന്നും ഇന്നും എന്നും പെണ്ണിനാണ് ചാരിത്രം. ഏതൊരു പ്രവൃത്തിക്കും ഒടുക്കം ക്രൂശിക്കപ്പെടുന്നത് സ്ത്രീകളാണ് എന്നതാണ് ഈ പുസ്തകത്തിന് 130 വർഷങ്ങൾക്കിപ്പുറവും ഔചിത്യം നൽകുന്നത്. ഇത് തന്നെയാണ് സ്ത്രീ വിമോചനവാദികളെ ഈ ടെക്സ്റ്റിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതും. തന്റെ വ്യക്തിത്വത്തെ എന്നേക്കുമായി എയിൽ ചുരുക്കാൻ ശ്രമിക്കുന്ന ഹെസ്റ്റർ സമൂഹത്തെ ഒരു ചെറു പുഞ്ചിരിയോടെ നേരിടുകയാണ്. തന്നോട് ചേർന്ന അക്ഷരത്തെ സുവർണ നൂലുകൊണ്ട് മോടി പിടിപ്പിക്കുകയും മറ്റുള്ളവർക്ക് പരോപകാരിയായി സ്വന്തം കഴിവുകളെ തുറന്നുകാട്ടി തന്റെ ജീവിതം സുവർണ ലിപികളാൽ നെയ്യുകയുമാണവൾ. ഇത്തരത്തിൽ ധൈര്യവും സാഹസികതയും നിറഞ്ഞ ഈ കഥാപാത്രം അടിച്ചമർത്തലിൽ തളർന്നു പോകുന്ന, സ്വന്തം വിമോചനത്തിനായി പ്രിൻസ് ചാമിങ്ങിനെ കാത്തിരിക്കുന്ന മറ്റു കഥാപാത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. മുഖ്യ കഥാപാത്രത്തിന്റെ അഡൾട്ടറി എന്ന യാത്രയിൽ നിന്ന് അതിനെ ഏബിൾ എന്നതിലേക്ക് എത്തിക്കുന്നിടത്താണ് എഴുത്തുകാരന്റെ ഇരുതല മൂർച്ചയുള്ള കഥാപാത്ര സൃഷ്ടി പ്രകടമാകുന്നത്. ഫെമിനിസ്റ്റ് ആശയങ്ങളുടെ വെളിച്ചത്തിൽ വായിക്കാവുന്ന ഈ നോവൽ ഫെമിനിസം എന്ന ആശയം നാമ്പിടുക പോലും ചെയ്യാത്ത ഒരു കാലഘട്ടത്തിലാണ് ഉടലെടുക്കുന്നത് എന്നതാണ് മറ്റൊരു രസകരമായ വസ്തുത. ഹെസ്റ്ററിന് പുറമെ തന്റെ തെറ്റുകളെ ഏറ്റുപറയാനാകാതെ സ്വയം ശിക്ഷിക്കുന്ന കഥാനായകനെയും സ്വന്തം കർമ്മങ്ങളെ വിസ്മരിക്കുകയും എന്നാൽ മറ്റൊരുവന്റെ തെറ്റിനെ ഒരു കഴുകനെ പോലെ തക്കം പാർത്ത് വേട്ടയാടുകയും ചെയ്യുന്ന ഒരു പ്രതിനായകനെയും നമുക്കിവിടെ കാണാം. ഇവർക്കിടയിൽ ഒരു തെറ്റും ചെയ്യാതെ ആക്രോശങ്ങൾക്കും അവഗണനകൾക്കും ബലിയാടാകുന്ന പേൾ എന്ന നിഷ്കളങ്ക ആത്മാവ് നമ്മെ കരളലിയിപ്പിക്കുന്നു. മനുഷ്യജീവന്റെ പച്ചയായ മുഖം തുറന്നു കാട്ടുകയാണ് ഈ നോവൽ. മറ്റൊരുവന്റെ പരാജയത്തിൽ വിജയം കണ്ടെത്തുന്നവനാണ് ഏറ്റവും വലിയ പരാജിതൻ എന്നും പ്രകടമായ വേദനകളേക്കാൾ ആത്മനിഷ്ഠമായ വേദനകൾക്ക് മുറിവേറുമെന്നും എഴുത്തുകാരൻ തുറന്നു കാട്ടുന്നു. പ്രസിദ്ധ ഇറ്റാലിയൻ എഴുത്തുകാരൻ ദാണ്ടെ എഴുതിയ പോലെ ഹെൽ ഇസ് എ സ്റ്റേറ്റ് ആൻഡ് നോട്ട് എ പ്ലേസ് എന്ന ആശയത്തെയും നമുക്ക് നാമേ പണിവതുനാകം നരകവും അതുപോലെ എന്ന ഈരടികളെയും കഥാതന്തു ഓർമ്മപ്പെടുത്തുന്നു.